എൻ്റെ പേര് ജോപോൾ എന്നാണ്. ഞാൻ റഡോർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫിൻ്റെ അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ആക്ച്വലി അവർ പ്രോപ്പറായിട്ട് തന്നെയാണോ അവർ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് അവർ പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ അവർക്കുണ്ടോ, സോ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അവർക്ക് എങ്ങനെ കൊടുക്കാം എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ആക്ച്വലി ബാലുവിനെ ഞാൻ മീറ്റ് ചെയ്തതും. അങ്ങനെ നമ്മൾ ബാലുവിനെ ഇൻവൈറ്റ് ചെയ്തു. സോ ബാലു അതിനൊരു സെഷൻ കൊടുത്തു. ജോപോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഇവിടുത്തെ സ്റ്റാഫിന് കുറച്ച് ട്രെയിനിങ് കൊടുക്കണം, ഇവർക്ക് കിട്ടുന്ന പൈസ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഗ്രാഹ്യമില്ല എന്നൊക്കെയാണ് അറിയാൻ പറ്റിയത്. ഞാനപ്പോൾ ഇവർക്കൊരു 1 hour സെഷനാണ് കൊടുത്തത്. മ്യൂച്വൽ ഫണ്ട്സിന്റെ ബേസിക്സിനെ പറ്റി, പേഴ്സണൽ ഫിനാൻസിനെ പറ്റി, പിന്നെ ഇൻവെസ്റ്റിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഫണ്ടമെന്റൽ കോഴ്സാണ് ഇവർക്ക് ചെയ്തു കൊടുത്തത്. ഇവരിൽ നിന്ന് നമുക്ക് കേട്ടറിയാം ഇതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്. മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി, പിന്നെ SIP കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതിന്റെ സീറോ നോളജ് ആയിരുന്നു എനിക്ക്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസും കാര്യങ്ങളും. SIP എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, SIP ചെയ്യുന്നതിന് മുന്നേ അത് നമ്മളൊരു എമർജൻസി ഫണ്ട്, അങ്ങനത്തെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും അതിനെപ്പറ്റിയിട്ടൊക്കെ കുറച്ച് ക്ലിയർ കിട്ടിയിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പം SIP ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു റിലാക്സിന്റെ ഒരു പ്ലാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാർ എടുക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ അതെങ്ങനെ അച്ചീവ് ചെയ്യണം. അപ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിലുള്ളത് നേരെ ഒരു ലോൺ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്കത് ലോൺ ആക്കാം. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ അതല്ലാണ്ട് ഒരു പ്ലാൻ ചെയ്ത് ഇതൊക്കെ എങ്ങനെ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാം വിത്തൗട്ട് എനി റിസ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ വീക്ക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ ബാലുവിന്റെ സെക്ഷന് ശേഷം എനിക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഫണ്ടമെന്റൽസ് കിട്ടിയ പോലെ എനിക്കൊരു തോന്നലുണ്ട്. ഈ ഫണ്ട് നല്ലപോലെ അത്യാവശ്യം മാനേജ് ചെയ്യാൻ തുടങ്ങാം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത്. ഈ ഒരു സെഷൻ കൊണ്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട്സും എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയായിരുന്നു. മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയാസ് ഒക്കെ കിട്ടിയത്. ലൈഫിൽ ഫസ്റ്റ് ടൈം ഏൺ ചെയ്യാൻ തുടങ്ങിയ ഒരു ടൈം തൊട്ട് കേൾക്കുന്നതാണ് മണി മേക്കിംഗ് ഈസ് ആൻ ആർട്ട്. ബട്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് മണി മാനേജിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ